കഴിഞ്ഞ ദിവസം ഞാൻ എള്ളുണ്ട ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എള്ളുണ്ട ഉണ്ടാക്കാനൊക്കെ ഇരുന്നത്. രാത്രി 1 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഈ ശർക്കരപ്പാനി റെഡിയാക്കിയപ്പോഴത്തേക്കും ഇത്തിരി വെള്ളം ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈറ്റ്നെസ് കുറവ് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എള്ളുണ്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കടിച്ച് പൊട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും ഇപ്പം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയും, ചേച്ചി ഇത്തിരി സോഫ്റ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ എന്നിങ്ങനെ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ, എനിക്കും അതെ അണപ്പല്ലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ വെള്ളം ഇങ്ങനെ ഇത്തിരി കൂടി പോയത് കൊണ്ടിട്ട് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കണക്കിന് ഞാൻ ഉണ്ടാക്കി ഉരുട്ടി റെഡിയാക്കി. പക്ഷേ നമ്മൾ വായിലോട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് രണ്ടായി പോണിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രയാസം, ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ എള്ളുണ്ട ഉണ്ടാക്കുന്നുണ്ട്, ആവശ്യക്കാർ പറ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് വേണം കേട്ടോ 2 പാക്കറ്റൊക്കെ വെച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെയാണ് ഒരു സംഭവം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്താണെങ്കിലും ചേച്ചി സുന്ദേച്ചിയല്ലേ ഉണ്ടാക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ട് തന്നേരും ഞങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു സാധനവും ചേർക്കാണ്ട് നല്ല എള്ളെന്ന് പറഞ്ഞാൽ എള്ള് തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എള്ളും ഞവരരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല സ്വാദൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോണൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ആരും ഒരു പരാതി പറയാണ്ട് എന്നെ ചേർത്ത് നിർത്തി കേട്ടോ. എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ചേച്ചി ഇങ്ങോട്ട് കൊണ്ടെത്താന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ആശ്വാസമുണ്ട്. തികഞ്ഞില്ല സാധനം, ഈ പരുവത്തിലായിട്ട് കൂടി തികഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സത്യസന്ധത തന്നെയാണ് കേട്ടോ. ഞാൻ ഓയിലിൽ ഞാൻ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത ഇവിടെയുള്ള ആൾക്കാർക്കറിയാം, എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് അവർ എൻ്റെ എള്ളുണ്ട ഞാൻ എന്തുണ്ടാക്കിയാലും അവരെന്നിലുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം കളയാണ്ട് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ ഇന്നത്തെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൽ നന്നായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നല്ല എള്ളുണ്ട ഉണ്ടാക്കും. തിരുവനന്തപുരത്തുള്ള ആൻറ്റിക്കും അടുത്ത പ്രാവശ്യം ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. കിട്ടാഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഇന്നിപ്പോൾ 2 എണ്ണ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കേ.